നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ശിവയോഗിനി മാതാവിന്റെ പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനവും തൃപ്പടി സമർപ്പണവും നടന്നു. വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമർപ്പണ ചടങ്ങ് അമരിപ്പാടം ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. കൊടിയമ്പുഴ ദേവസ്വം വേദവ്യാസ സഹായ നിധി ചെയർമാൻ പി വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, മോഹൻജി ഫൗണ്ടേഷൻ അധ്യക്ഷൻ ബ്രഹ്മഋഷി മോഹൻജി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മക്കൾക്ക് ഒരു മരം എന്ന പദ്ധതിയുടെ ഭാഗമായി 2000 പേർക്കുള്ള ചന്ദനമര തൈകളുടെ വിതരണോദ്ഘാടനം സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ശ്രീഹരി നാരായണ സ്വാമികൾ നിർവഹിച്ചു. ഡോക്ടർ യോഗിദാസ്, CR പ്രസന്നൻ, കൊടിയമ്പുഴ ദേവസ്വം പ്രസിഡന്റ് KK പീതാംബരൻ, സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. ശിവഗിരി മഠത്തിൽ ഗുരുദേവനെ അവസാനമായി ശുശ്രൂഷിച്ച മാധവാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ സന്യാസം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രകാശാനന്ദ സ്വാമികളാണ് അമ്മയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നത്. അമ്മയുടെ 100ാം ജന്മദിനം ഉദ്ഘാടനം ചെയ്ത ശിവഗിരിയിലെ പ്രസിഡൻ്റായിരുന്ന വിശുദ്ധാനന്ദ സ്വാമിയാണ് 3ാമത് അമ്മയെക്കുറിച്ച് പറയുന്നത്. 37 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ സമാധിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പലവരും അമ്മയുടെ ജീവചരിത്രം ഞാൻ വായിക്കുകയുണ്ടായി. അതിൻ്റെ അന്തസ്സാരയാണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ. അമ്മ ആരാണെന്നറിയാൻ അമ്മയുടെ ജീവചരിത്രം നല്ലതാണെങ്കിൽ കൂടിയും കുറേ കൂടി എഴുതാനുള്ള ജീവചരിത്രം അമ്മയുടെ ഉണ്ടെന്നുള്ളതാണ് ശിവഗിരിയിലെ ഗുരുദേവൻ്റെ ശിഷ്യപ്രമുഖനായിരുന്ന ശങ്കരാനന്ദ സ്വാമി മഠാധിപതിയായിരിക്കുമ്പോൾ അമ്മയായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ശങ്കരാനന്ദ സ്വാമികൾ. ഇവരുടെ എല്ലാം വാക്ക് വായിച്ചെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം ഇതാണ്: എത്ര നിർമ്മലമായിരുന്നു അമ്മയുടെ മനസ്സ്. രോഗങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ശരീരത്തിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. മനസ്സിനെ അല്പം പോലും കളങ്കമില്ലാത്ത നിർമ്മലമായ മനസ്സ്. നമ്മളൊക്കെ ഹിമാലയത്തിൽ പറയും, ഗംഗ ഇങ്ങനെ പരിശുദ്ധമായി ഒഴുകുന്നു, എല്ലാവരെയും പുണ്യാഹം കൊണ്ട് തളിച്ചുകൊണ്ട്. ഇതുപോലെ അമ്മയുടെ ജീവിതം. ശിവായ നമഃ ശിവായ